ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആണേ. പക്ഷേ ലോകത്തിൽ വിപണികളിൽ തന്നെ നല്ല വിലയുള്ള ഒരു ഐറ്റം ഞാനിന്ന് കാണിച്ചു തരാം. അത് എന്താ വെച്ചാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കാപ്പിക്കുരു. സാധാ കാപ്പിക്കുരു അല്ല, ഇങ്ങനെയുള്ള കാപ്പിക്കുരുവിന് ഭയങ്കര വിലയാണേ ലോകത്തിൽ തന്നെ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് നുള്ളി പറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാപ്പി പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു പണി ഇതാണേ. കാരണം എല്ലാ ചെടിയുടെ ചുവട്ടിലും ഉണ്ടാവില്ല, പക്ഷേ നല്ല നല്ല ക്വാളിറ്റിയുള്ള കാപ്പി പഴുത്ത ചെടിയുടെ ചുവട്ടിലെല്ലാം ഇതേമാതിരി കുരു ഉണ്ടാവും. അത് നിറയെ ഉണ്ടാവും. കാരണം അതിനകത്ത് പിടിച്ച കാപ്പി ഫുള്ള് ഒരു മുക്കാലും സമയത്തിന് നമ്മൾ പറിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ കുരങ്ങുണ്ടെങ്കിൽ കുരങ്ങ് വന്ന് തിന്നും. പിന്നെ മെയിനായിട്ട് എന്താണെന്നറിയോ, മെരുകെന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട്. രാത്രിയിൽ വന്നിട്ട് അത് ഫുള്ള് തിന്നും. അത് തിന്നിട്ട് അതിൻ്റെ പിന്നെ ഇത് നല്ല വലിയ വലിപ്പമുള്ള കാപ്പിക്കുരുവാണേ. അതിൻ്റെ കാഷ്ടം ഇടുമ്പോൾ ആ കാഷ്ടത്തിൽ കൂടെ ഇത് കണ്ടോ, കാപ്പിക്കുരു ഫുള്ള് ഇങ്ങ് വരും. അങ്ങനെ കിട്ടുന്ന കാപ്പിക്കുരുവിന് ലോകത്തിൽ തന്നെ ഭയങ്കര വിലയുള്ള കാപ്പിക്കുരുവാണേ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പുറം രാജ്യങ്ങളിലൊക്കെ മെരുകിനെ വളർത്തിയിട്ട് അതിനെ തീറ്റിപ്പിച്ചിട്ട് അതിനെ കാഷ്ടൊടിപ്പിച്ചിട്ട് പിന്നെ ഈ കാപ്പിക്കുരു എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. തോട്ടത്തിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ കാപ്പിക്കുരു അതിൻ്റെ കാഷ്ടവും കാപ്പിക്കുരുവായിട്ട് കിടക്കുന്ന കാണാം. അപ്പോൾ ഈ തിന്ന കാപ്പിക്കുരു പറക്കുന്ന പണിയാണ് ഇന്നെനിക്ക്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. കാരണം ഈ വയനാട് അതേപോലെ ഇടുക്കി അങ്ങനെയുള്ള കാപ്പിയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ വേറെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ളവർക്കൊന്നും ഇതിൻ്റെ സംഭവങ്ങൾ അറിയത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ഇട്ടതാണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇട്ടേക്കുന്ന ബെൽറ്റ് കണ്ടോ, കയ്യിൻ്റെ മുട്ടിൽ, അതെന്താണെന്ന് വെച്ചാൽ ടെന്നീസ് എൽബോ വരുന്നവർക്ക് ഈ ഒരു ബെൽറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക്, ഒരു പരിധിയല്ല 90% നമുക്ക് ആ വേദന ഇല്ലാതാവും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ഞാനും കഴിച്ചിട്ടുണ്ട്, പെയിൻ കില്ലർ തരും. പക്ഷെ അത് ആ സമയത്തുള്ള ഒരു ഇതേ ഉള്ളൂ, ശേഷം മാറൂല നമുക്ക്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാവും. പിന്നെ ഞാനിപ്പോൾ ഇന്ന് എന്ത് ഇട്ടേന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ഈ ശിഖരങ്ങളൊക്കെ, കാപ്പിച്ചെടിയുടെ ശിഖരങ്ങളൊക്കെ കോതാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കോതി കഴിയുമ്പോഴത്തേന് പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഭയങ്കര വേദനയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.